ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെതിരെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനാണ്. അതുകൊണ്ടാണ് നേപ്പാളാക്കും ബംഗ്ലാദേശ് ആക്കും എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മിനിമം വകുപ്പെങ്കിലും മാറ്റേണ്ടതായിരുന്നു. അത് വേറെ കാര്യം. അതെ. ഈ വകുപ്പിൽ നിന്ന് വേറൊരു വകുപ്പിലെങ്കിലും മാറ്റേണ്ടതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരം അജണ്ടകൾ ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ സമരം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, പിന്നിൽ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടി. മോദി ഗവൺമെൻറ് ഇപ്പം 3-2 ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് അതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണഘടനാ മാറ്റം വരുന്നതിന് പോലും ശക്തമായ ഒരു സർക്കാർ നിൽക്കുന്നത് അന്തർദേശീയമായി പലരും ഭയക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളും ചോദ്യം ചെയ്ത് ആരംഭിച്ച സമരം അക്രമാസക്തമായിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം വലിയ രീതിയിൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഡൽഹി യുദ്ധക്കളം പോലെയായി. പോലീസ് ആക്രമിക്കപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലാത്തിചാർജ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ഈ സമരത്തിലേക്ക് വൈകി ആണെങ്കിലും എത്തുകയുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ആക്രമണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നു. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യതലസ്ഥാനം പോകുന്നത്? ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചോ? CJP സമരത്തിലേക്ക് രാജ്യവിരുദ്ധർ കടന്നുകൂടിയോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, ഈ ഒരു വിഷയത്തിൽ CJP തുടങ്ങിയ സമരം നമുക്ക് അത് ഏറെക്കുറെ ഊഹിക്കാവുന്ന തരത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. ഒട്ടേറെ പേർ ആ സമരവേദിയിലേക്ക് എത്തുന്നു. ഇത് വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള പ്രതിഷേധത്തിൻ്റെ സൂചകമായാണോ, അതോ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണോ, അതോ ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ എന്നുള്ള സംശയമൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ മറുവശത്തും ചോദ്യങ്ങൾ വരികയാണ്. ഈ സമരം സംശയകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ പോലീസിനെ വളരെ ക്രൂരമായി ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് പറയുന്നു സമരക്കാരെ ആക്രമിച്ചു എന്ന് പറയുന്നു. അങ്ങനെ വളരെ പ്രക്ഷുബ്ധമായ രീതിയിലേക്ക് സമരം പോകുന്നു. അതിന് പിന്നാലെ കോൺഗ്രസും ഈ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഞാൻ ഈ സമരത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരു ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ തോന്നുന്നത് എങ്ങോട്ടാണ് ഡൽഹി പോകുന്നത്, എങ്ങോട്ടാണ് ഈ സമരം പോകുന്നത്, എന്താണ് ഈ സമരത്തിൻ്റെ മോട്ടീവ് എന്നൊക്കെയുള്ള ഒരു ചോദ്യം അറിയാതെ വന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് രാജ്യത്തെ പ്രഗത്ഭരായ ജനാധിപത്യവാദികളെല്ലാം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. നിയമജ്ഞർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് എന്താണ് സമരം? ഇത് ആരാണ് ഈ സമരം നയിക്കുന്നത്? ഈ സമരത്തിൻ്റെ പിന്നിലാര്? സമരത്തിൻ്റെ മുൻപിലാര്? ഇപ്പോൾ 1,00,000 പേരെ ഒരു വേദിയിൽ കൂട്ടിയിട്ട് അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനടുത്തും പാർലമെൻറ്റിലേക്കും മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ മുമ്പിൽ പോയി 10 മിനിറ്റ് മുമ്പേ കയറിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ സമരമാകുന്നില്ല. അപ്പോൾ ആ സമരം നയിക്കുന്നത് ആര്? ഈ ചോദ്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തം. ജന്തർ മന്ദറിലാണ് സമരം തുടങ്ങിയത്. നമുക്കറിയാം ഈ സമരത്തിന് വേണ്ടി ഡൽഹിയിലുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അവിടെ സമരം നടത്താനുള്ള അനുമതിയുണ്ട്. മുൻകൂർ പെർമിഷൻ മേടിച്ചാൽ മതി. പോലീസിൻ്റെ സംരക്ഷണം പോലും അതിനുണ്ടാകും. പക്ഷേ ഈ സമരം പൊടുന്നനെ അതിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. അവിടെ ഉണ്ടാകുന്ന ചില മുദ്രാവാക്യങ്ങളിൽ സംശയമുണ്ടാവുകയാണ്. നേപ്പാൾ ആക്കി മാറ്റും ഇന്ത്യയെ എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിയുണ്ട്. ബംഗ്ലാദേശിലെ സമരത്തെ ചിലരൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ കുറച്ച് നാൾ മുമ്പ് നടന്ന സമരത്തെ പരാമർശിക്കുന്നുണ്ട്. ദേശവിരുദ്ധ ശക്തികൾ ഈ സമരത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്ന ഒരു പരാമർശമുണ്ട്. അങ്ങനെ ഒരു സംശയം അങ്ങേക്ക് തോന്നുന്നുണ്ട്? അതോ ഇത് സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിൽ ഉള്ള ഒരു വലിയ ഔട്ട്ബേസ്റ്റ്, പ്രതിഷേധത്തിൻ്റെ ഒരു വിസ്ഫോടനമായി ഇതിനെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ടോ? ഇതിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ല. ഇതിൻ്റെ ഒരു സീക്വൻസ് എനിക്കൊന്ന് പറയാൻ പറ്റണം. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് USA-യിൽ നിന്ന് അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അവിടെ സോഷ്യൽ മീഡിയയുടെ വിവിധ വശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ കൺവീനറായിരുന്ന ആൾ പെട്ടെന്ന് അമേരിക്കയിൽ പോയി ഇതെല്ലാം പഠിച്ച് സോഷ്യൽ മീഡിയയുടെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. അതിലേക്ക് എല്ലാവരും ഇടിച്ചു കയറുന്ന ഒരു രംഗം, അതിലേക്ക് നയിച്ചൊരു സംഭവത്തെ കൂടി നമ്മൾ പരാമർശിക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നു, എന്താണ്, വ്യാജ ഡിഗ്രി സമ്പാദിച്ച് വക്കാലത്തിനെത്തുന്ന വക്കീലന്മാർ അവർക്ക് കേസ് കിട്ടാതാകുമ്പോൾ പ്രതിഷേധത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു.
അത് വിമർശിക്കപ്പെടേണ്ടതാണ്, അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അവരെ കോക്രോച്ചുകളായി ആണ് കണക്കാക്കേണ്ടത് എന്ന്. അപ്പോൾ പൊടുന്നനെ ഇതൊരു തൊഴിലില്ലാത്തവരെല്ലാം കോക്രോച്ചുകളാണ് എന്ന രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിച്ച് ഒരു പ്രതിഷേധമുണ്ടാക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു കോക്രോച്ച് പാർട്ടി എന്നുള്ള കൺസെപ്റ്റിലേക്ക് അവർ പോകുകയും ആൾക്കാരെ എല്ലാം ആകർഷിക്കുകയും ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കോടതികൾ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ, സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രത്യേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതി പല ഭാഷകൾ ഉപയോഗിച്ചിരുന്നിരിക്കും. അത് കോടതിയിൽ ആ കേസിനെ ബേസ് ചെയ്താണ്. നിങ്ങളത് ജനറലൈസ് ചെയ്യരുത്. ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോടതികളിലെല്ലാം വരുന്ന കേസുകളിൽ ജഡ്ജിമാർ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലാണ് കോക്രോച്ച് എന്ന വാക്ക് വന്നതെങ്കിൽ ശരി, ജഡ്ജി ഒരു കേസ് നടക്കുമ്പോൾ പല കാര്യങ്ങളും പരാമർശിക്കുന്നേ. ഇനി കോക്രോച്ച് എന്ന് പറഞ്ഞത് ശരി, അത് ഇവിടെ മുഴുവൻ വരെ അപമാനിച്ചതാണെന്ന് വിചാരിച്ചു. അതിന് വേറൊരു വിധത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഇതൊരു വിഷയമാക്കി ഒരു സാധനം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. കിട്ടിയ ഒരു വിഷയം ഇത്. ചിലപ്പം പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നാണ് ഇത്തരം ഒരു സാധനം വീഴുന്നതെങ്കിൽ കുറേ കൂടെ ഗുണകരമായേനെ ഈ സമരം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അമിത്ഷായുടെ വായിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ അതിലും ഗുണകരമായേനെ. പക്ഷെ കിട്ടിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിപ്പോയി. പക്ഷേ അത് വെച്ച് പിടിച്ചു. അദ്ദേഹത്തിന് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ സമരവുമായിട്ടോ അല്ലെങ്കിൽ ഈ കടഞ്ഞ കാര്യങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അതിന് പിന്നാലെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ വിഷയം വരുന്നത്. അതിന് പിന്നാലെ ഈ നീറ്റ് പരീക്ഷയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിലും തെറ്റില്ല. ജനാധിപത്യത്തിൽ പ്രക്ഷോഭത്തിന് വലിയ സ്ഥാനമുണ്ട്, പ്രതിഷേധത്തിന് സ്ഥാനമുണ്ട്. ചിലപ്പം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ചിലപ്പം വയലൻ്റായി പോയെന്നും ഇരിക്കും. അതൊന്നും നമുക്ക് ഇല്ലയെന്നൊന്നും പറയാൻ ഒക്കില്ല. ജനാധിപത്യത്തിൽ ഇത് ഇടതും വലതും പിന്നെ ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതല്ല പ്രശ്നം. ആരാണ് ഈ സമരം നയിക്കുന്നത്? ഈ സമരം നയിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ രാജ്യത്ത് ഇത് ഏത് രാജ്യമായിക്കോട്ടെ, ഇത് പിന്നെ ഇനി പാകിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീലങ്ക ആയിക്കോട്ടെ, അവിടുത്തെ ജനങ്ങളെ വേറൊരു രാജ്യത്തിരുന്ന് ഒരു വെബ്സൈറ്റ് വഴി കേന്ദ്രീകരിച്ച് പെട്ടെന്ന് തന്നെ പിന്നെ ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നു. അത് 10 ലക്ഷം ആകുന്നു, 20 ലക്ഷം ആകുന്നു, 30 ലക്ഷം ആകുന്നു, 50 ലക്ഷം ആകുന്നു, 1 കോടിയാകുന്നു, 2 കോടിയാകുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഇതിന് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ആരൊക്കെ വിരുദ്ധ ശബ്ദങ്ങൾ ഉയർത്തുന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കപ്പെടും. ആ വിരുദ്ധ ശബ്ദങ്ങൾ ഉയർത്തുന്നവരിലേക്ക് ഈ മെസ്സേജുകൾ കൊടുക്കാനുള്ള സംവിധാനം AI ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. എവിടെ ഇരുന്ന്? വിദേശത്തിരുന്ന്. അത് കഴിഞ്ഞിട്ട് ആ ആൾ തന്നെ ഇവിടെ വരുന്നു. അപ്പോൾ ഇതിനകത്ത് വന്നുകൂടിയിരിക്കുന്ന എല്ലാം വിവിധ കാര്യങ്ങളിൽ, അതായത് കർഷക സമരത്തിൽ പങ്കെടുത്തവർ, NRC പ്രശ്നത്തിലുള്ളവർ, പൗരത്വ പ്രശ്നമായവർ, SIRൽ പ്രശ്നമായവർ, തുടങ്ങി അഗ്നിവേറിൽ പ്രശ്നമാക്കിയവർ, ഇങ്ങനെ പലരെ എല്ലാം അസംതൃപ്തരെ എവിടെയൊക്കെ ഉണ്ടോ അസംതൃപ്തരെ മുഴുവൻ ഫോക്കസ് ചെയ്ത് ഒരു ലൈനിൽ കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചു. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു, കോൺഗ്രസ് ശ്രമിച്ചു, അല്ലെങ്കിൽ SP ശ്രമിച്ചു. ആര് ശ്രമിച്ചാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് ശ്രമിച്ചത് ആരാണ്? നമുക്കിന്നുവരെ അറിയില്ല അങ്ങനെ ഒരാളെക്കുറിച്ച്. അയാൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇത് എന്തിനു ചെയ്തു? അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അതിൻ്റെ സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സാധനം അവിടെ ഇരുന്ന് സെറ്റപ്പ് ചെയ്യുന്നു. സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞപ്പം അയാൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന് പ്രക്ഷോഭത്തിന് ഡിക്ലെയർ ചെയ്യുന്നു. ആദ്യം കുട്ടികളോട് ഇറങ്ങി വരാൻ പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ നടത്തി, പിന്നെ അടുത്ത് ചെന്നൈ നടത്തുമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല, ആളില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രക്ഷോഭം ഇങ്ങനെ നടക്കില്ല. പിള്ളേരെയൊന്നും വിളിച്ചാൽ അച്ഛനും അമ്മയും പിള്ളേരെയൊന്നും വിടാൻ പോകണില്ല. അപ്പോൾ അതിനായിട്ടാണ് അവർ ഇപ്പോൾ IBക്ക് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. 1000-ഓളം പേരെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയും 100ഉം 500ഉം 1000ഉം ഒക്കെ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് ബന്ധപ്പെട്ട് അവരെ ഇതിന് പ്രചോദിപ്പിച്ച് കൊണ്ടുവന്ന്. അതാരാണ്? സ്റ്റുഡൻസ് അല്ല അധികവും. സ്റ്റുഡൻസ് എന്ന വാചന കുറച്ച് പേര് വരുന്നുണ്ട്. ബാക്കി മുഴുവൻ കർഷക സമരത്തിൽ പങ്കെടുത്തവർ, SIR സമരത്തിൽ പങ്കെടുത്തവർ, പൗരത്വ സമരത്തിൽ പങ്കെടുത്തവർ, അഗ്നിവീർ സമരത്തിൽ അവരാരും ഇന്ത്യൻ പൗരനല്ലേന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഇവരെ ആരാണ് സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ഒരു സമരമായി ഇത് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെതിരെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനാണ്.
അതുകൊണ്ടാണ് നേപ്പാളാക്കും ബംഗ്ലാദേശ് ആക്കും എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ നിന്ന് സപ്പോർട്ട് ഇതിന് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശ് ജമാഅത്തയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞു, ഈ സമരത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ, ഗോ അഹെഡ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിൽക്കുന്ന സമരമാണോ? ഒരു സമരം നടത്തുന്നതിന് കുഴപ്പമില്ല. ഇന്ത്യയിലെ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ സമരം നടത്തുന്നതെങ്കിൽ ഞാൻ സമ്മതിച്ചു, ഇതിൽ 100% ശരിയാണ്. കോൺഗ്രസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സമരം നടക്കുന്നു, അതിൻ്റെ മുമ്പിൽ ലിയോയോ ഞാനും പോയി എന്നാൽ അത് എൻ്റെ സമരമാകുമോ? ഇവിടെ ആരോ വലിച്ചു കൂട്ടിയ ഒരു സമരമാണ്. അവിടെ 1,00,000 ആൾക്കാർ വന്നു. ആ 1,00,000 ആൾക്കാരുടെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ട് എനിക്ക് കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ട്. ഇവിടെ കുറേ സിനിമാ താരങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നടന്നിരിക്കുന്നത്. 200ഓളം സെലിബ്രിറ്റികളെ തിരഞ്ഞെടുത്ത് ഇതിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മൺസൂൺ സെഷൻ തുടങ്ങുന്ന ദിവസമാണ് ഇവർ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുവാനായി പെർമിഷൻ ചോദിച്ചത്. അന്ന് പെർമിഷൻ കിട്ടൂലെന്ന് അവർക്കറിയാം. അന്ന് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമായിരിക്കുമെന്ന് അവർക്കറിയാം. പാർലമെൻറ്റാണ്, അവിടെ അതീവ സുരക്ഷാ മേഖലയാണ്, മൂവ്മെന്റിനുള്ള സൗകര്യം വേണം. അപ്പോൾ അങ്ങനെയുള്ള ദിവസം, അത്രയും സെൻസിറ്റീവായ ഒരു ദിവസവും അത്രയും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം നിലനിൽക്കുന്ന സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് ഇവർ അന്ന് തന്നെ പ്രക്ഷോഭത്തിനായി യുവജനങ്ങളെ വിളിച്ചുകൂട്ടുകയാണ്. അവിടെയും തെറ്റിപ്പോയി. അതായത് 40 ദിവസം മുമ്പേ ഇതിൻ്റെ പ്രക്ഷോഭം ആരംഭിക്കുന്നു, സമാധാനപരമായി. അതെ, മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ ആ സ്റ്റോറി പോകുന്ന പോക്ക് നോക്കണം. ഇത് വളരെ പ്ലാൻഡ് ആണെന്നേ, ഓരോ മൂവ്മെൻറ്റും പ്ലാൻഡാണ്. 40 ദിവസം മുമ്പേ വളരെ സമാധാനമായ ഒരു പ്രക്ഷോഭം പോകുന്നു. സമാധാനമായിട്ട് അവർ പലരോടും കാര്യങ്ങൾ ചോദിക്കുന്നു, കേന്ദ്ര മന്ത്രിസഭയെ ബന്ധപ്പെടുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്നു, രാജിവെക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ സമാധാനപരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴവിടെ ലഡാക്കിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന വാങ്ചു ഇവിടെ വരുന്നു, അല്ലേ? അദ്ദേഹത്തിന് ഈ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലഡാക്കിൽ ഒരു സ്വതന്ത്ര സർക്കാർ ഉണ്ടാകുക, അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ഡെമോക്രസി നൽകുക, അവിടുത്തെ ഓരോ തദ്ദേശ പ്രദേശങ്ങൾക്കും പ്രത്യേകമായ പവർ കൊടുക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു അതിർത്തി പ്രദേശത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ വാദം ന്യായമാണെന്ന് തന്നെ വയ്ക്കുക. അത് അദ്ദേഹം അവിടെ നിർത്തേണ്ട സമരമല്ലേ. അപ്പോൾ ആ സമരം പൂർത്തിയാകാതെ, ആ സമരത്തിൽ ഒന്നും ആകാതെ അദ്ദേഹം നേരെ ചാടി ഇവിടെ വരികയാണ്. കുട്ടികളുടെ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നെങ്കിലും സമരം ചെയ്യാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രകൃതി സ്നേഹികൾ. ഈ സമരത്തിലെ അതായത് FCRA വന്ന് പലർക്കും ഫണ്ട് കിട്ടാതായ ഒരുപാട് പ്രകൃതി സ്നേഹികൾ. ഇപ്പോൾ തെരുവ് നായയുടെ പ്രശ്നത്തിൽ തെരുവ് നായക്ക് അനുകൂലമായി നിന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ പല വിധത്തിൽ പൈസ കിട്ടുമായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ അസസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, IB ഇതെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ അസസ് ചെയ്ത് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊണ്ട് 1000-ഓളം പേരെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ്, ഇതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന മത സംഘർഷങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ളവരുണ്ട്. പഞ്ചാര ഇടാനായിട്ട് വേറെ കുറേ ആൾക്കാരുണ്ട്. ഷബ്നാസ്മി നമുക്ക് എതിർക്കാൻ നോക്കൂ. ഇന്ത്യയിലെ പ്രഗത്ഭയായ നടി, പത്മശ്രീ കിട്ടിയത്, പത്മഭൂഷൺ കിട്ടിയത് ഒക്കെ ആയ പ്രഗത്ഭയായ താരം. ആ താരത്തിനെ മുമ്പിൽ നിർത്തുന്നു. ഇവിടുന്ന് രഞ്ജിനി, ഇതുപോലെ 200ഓളം പേരുണ്ട്. നമ്മുടെ കർണാടകത്തിലെ നടൻ, വിവിധ സംസ്ഥാനങ്ങളിലെ സെലിബ്രിറ്റികൾ ഇതുപോലെയുണ്ട്. ഇവിടുന്ന് രഞ്ജിനി ഹരിദാസ്, നമുക്ക് ടെലിവിഷനിലൂടെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിത്വം. ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് 10-200 പേരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ജേർണലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ മേമ്പടിയാണ്. ഇതിന് പുറമേ കുറേ കുട്ടികളുമുണ്ട്. കുട്ടികൾ ആരൊക്കെയാണ്? കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്, 3000-ൽ താഴെയുള്ളതെന്നാണ് പറയുന്നത്. ഇതിലധികം അപ്പോൾ അവർ പറയുന്നത് രക്ഷകർത്താക്കളാണ്. അപ്പോൾ കുട്ടികളേക്കാൾ കൂടുതൽ രക്ഷകർത്താക്കളോ? പോലീസിനെ ആക്രമിക്കുക, വണ്ടി അടിച്ച് തകർക്കുക, ഈ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ നടത്തുന്നുണ്ട്. അതാരാ നടത്തുന്നത്? പിള്ളേരാണോ? പിള്ളേർ രക്ഷകർത്താക്കളാണോ? അല്ല, ഒന്നാം തരം ഗുണ്ടകളാണ് നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാ എലിമെൻസും എടുത്തിട്ടുണ്ട്. ഗുണ്ടകൾ, അടി നടത്താൻ ഗുണ്ടകൾ വന്നിട്ടുണ്ട്. പോലീസ് IPS ഉൾപ്പെടെ 100ഓളം പോലീസുകാരുടെ തല അടിച്ച് പൊട്ടിച്ചു, കയ്യും കാലും ഓടിച്ചു. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും അസ്വാഭാവികമെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രക്ഷോഭം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള എലിമെൻസിനെ അവിടെ കയറ്റി വിട്ടിട്ടുണ്ടെന്നുള്ള. അല്ല, എനിക്ക് ഒരു ആശങ്ക തോന്നിയത്, എത്ര അഫ്സൽ ഗുരുക്കളെ നിങ്ങൾ കൊല്ലും എന്നാണ് മുദ്രാവാക്യമായി വരുന്നത്. അതാ ഞാൻ പറഞ്ഞേ, അതായത് തീവ്രവാദികൾ, രാജ്യത്ത് വിരുദ്ധ ശക്തികൾ, രാജ്യത്തിനെതിരെ ഭീകരാക്രമണം നടത്തിയവർ, അത് ആസൂത്രണം ചെയ്തവരൊക്കെ തീവ്രവാദികളല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. മോദി ചാവണം എന്ന് പറയുന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മുടെ മുഖ്യമന്ത്രി 102 സീറ്റ് കിട്ടി ഇവിടെ അധികാരത്തിൽ വന്ന് ഈ മുഖ്യമന്ത്രി ചാവണം എന്ന് പറഞ്ഞ് ഒരു സംഘം അവിടെ ഇരുന്ന് സമരം നടത്തുന്നെങ്കിൽ ആ സമരത്തിൻ്റെ എന്താ അതിൻ്റെ ലക്ഷ്യം? അത് നമുക്ക് കേട്ടിരിക്കാൻ കൊള്ളാമോ?
ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് വരുമ്പോഴും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനേക്കാൾ വലിയ റേഞ്ചിലാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത്. എൻ്റെ ഒരു സംശയത്തിലേക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് സംശയകരമായ എലമെൻസ് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നതിൽ കാരണം, ഒന്ന് ഈ അഫ്സൽ ഗുരുവിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം, അതിനോടൊപ്പം തന്നെ നേപ്പാൾ ആക്കണം, ബംഗ്ലാദേശിൻ്റെ പരാമർശം, ബംഗ്ലാദേശ് കണ്ട് പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ നേപ്പാളിലെ സമരം കണ്ടിട്ടില്ലേ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വിളികൾ ഉണ്ട്. ആസാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആസാദി എന്നുള്ള വാക്ക് ഇവിടെ എന്തിന്, സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പദം ഇവിടെ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾ അങ്ങനെ അതിനകത്ത് കടന്നു കയറിയിട്ടുണ്ട് എങ്കിൽ ഈ വിഷയം ഹാൻഡിൽ ചെയ്തത് എത്രത്തോളം ശരിയായിട്ടാണ്? ഇത് കടന്നു കയറിയതല്ല, ഈ എലിമെന്റ്സിനെ എല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. അതെ അതെ, മുമ്പിൽ നിർത്താനായിട്ട് നീറ്റ് പരീക്ഷയിൽ തോറ്റുപോയ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികൾ കുറച്ച് പേരുണ്ട്, അവരുടെ രക്ഷകർത്താക്കളും ഉണ്ട്. പിന്നെ വിവിധ തരത്തിൽ ഇത്തരത്തിൽ നല്ല സേവനം നടത്തിയ കുട്ടികൾ, നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഗുസ്തിക്ക് ഗോൾഡ് മെഡലിസ്റ്റായ കുട്ടിയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് ഇൻ്റർനാഷണൽ അവാർഡ്, സ്റ്റേറ്റ് നാഷണൽ ബഹുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരിടം എത്താൻ കഴിഞ്ഞിട്ടില്ല, വിദ്യാഭ്യാസം ഇവിടുത്തേത് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ എലിമെൻസും കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അവരെയാണ് മുമ്പിൽ ടി വിയുടെ മുമ്പിൽ വിടുന്നത്. അടി നടത്തുന്നവനും മുണ്ട നടത്തുന്നതിനൊന്നും ഇല്ല. ഈ ഒരു വിഷയം കേന്ദ്ര സർക്കാർ ഹാൻഡിൽ ചെയ്തതിൽ കുറേയേറെ പിഴവുകൾ സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ അതിവേഗത്തിൽ ഒരു നടപടി സ്വീകരിക്കണമായിരുന്നു. കാരണം ഇത്രയും കുട്ടികളുടെ ഒരു ഭാവിയുടെ പ്രശ്നമാണ്. 20ഓളം കുട്ടികൾ ഈ പരീക്ഷാ സമ്മർദ്ദം സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം. ഞാൻ അതിനകത്ത് 100% യോജിക്കുന്നു. അപ്പോൾ പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തായാലും ഇതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു മുഖം രക്ഷിക്കാൻ എന്നുള്ള പേരിലെങ്കിൽ തന്നെയും മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ രാജി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് വകുപ്പ് മാറ്റാമായിരുന്നു, ഒരു റീഷഫിൾ നടത്താമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യാമായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്നാണ്. അതായത് മുഗൾ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററുകളൊക്കെ അദ്ദേഹം വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിലും ഒരു വർഗീയത ഉണ്ട് എന്നുള്ളതാണ് BJP കാണുന്നത്, പ്രധാനമന്ത്രി കാണുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കില്ല. ആ പ്രശ്നം കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോൾ കിട്ടിയ ഒരു സാധനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഉടൻ തന്നെ കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ട് വേറൊരു നീറ്റ് പരീക്ഷ നടത്തി രാജ്യത്തിനെ തെളിയിച്ചു കഴിഞ്ഞു. അതെ, കിരൺ റിജിജു പറഞ്ഞതാണ്, ഇത് വലിയ തെറ്റാണ്, ഈ തെറ്റിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ വലിയൊരു മിനിസ്ട്രി ഉണ്ട്, എഡ്യൂക്കേഷൻ മിനിസ്ട്രി. ആ മിനിസ്ട്രിയിൽ ഇരിക്കുന്നവർ ഡയറക്റ്റായിട്ട് ഇവിടുത്തെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഴിമതിയാണിത്. അതിനുള്ളവരെ ശിക്ഷിക്കാനും CBI അതിന് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അതിലുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശിക്ഷിക്കപ്പെടുന്നത് കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ അതുകൊണ്ട് മാറണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് മിനിമം വകുപ്പെങ്കിലും മാറ്റേണ്ടതായിരുന്നു, അത് വേറെ കാര്യം. ഈ വകുപ്പിൽ നിന്ന് വേറൊരു വകുപ്പിലെങ്കിലും മാറ്റേണ്ടതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരം അജണ്ടകൾ ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്യാത്ത കുറേ കുറ്റങ്ങൾക്ക് ചെയ്തതായി ചിത്രീകരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ പാരമ്പര്യത്തിന് അനുഗുണമായ ചില കാര്യങ്ങൾ ചാപ്റ്ററിൽ ചേർത്തതിന് അത് വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റാൻ ശ്രമിച്ചതാണ് കേന്ദ്ര ഗവൺമെൻറ് സഹിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം നമുക്ക്. അതായത് ഈ സമരം ചെയ്യുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ നോക്കുമ്പോൾ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. രണ്ടാമത്തേത് ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇതൊരു പൊളിറ്റിക്കൽ ആവശ്യമായൊക്കെ തന്നെ പോകുന്നതായി ചിലരൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തേതായി പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ 20ഓളം കുട്ടികളുടെ ആത്മഹത്യ, അവർക്ക് ഓരോ കോടി വീതം ഓരോ കുടുംബത്തിനും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് സോനം വാങ്ചുക്കിനെ ഫ്രീ ആക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ മറ്റു പലതുമാണ്. നമ്മുടെ ബോർഡർ സ്റ്റേറ്റിൽ കിടന്ന് കാണിച്ച ചില കാര്യങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് ആരുമായിട്ട് ലിങ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അറിയാം. ഓക്കെ, അത്തരത്തിലുള്ള ലിങ്ക് സംശയിക്കുന്ന തരത്തിൽ വരുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പരാമർശിക്കുന്നുണ്ട്. ചില ഹിന്ദി മീഡിയാസ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ലഡാക്ക് വഴി ചൈനീസ് സേന ഇപ്പോൾ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ തടഞ്ഞു നിർത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ലഡാക്ക് പോയിരിക്കുന്നു, ലഡാക്കിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പറ്റം പ്രതിഷേധക്കാർ അവരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു. അത്തരത്തിലുള്ളൊരു ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ ദേശവിരുദ്ധർക്ക് മുമ്പിൽ രാജ്യത്തിൻ്റെ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് അത് തെറ്റാണ്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ അതേ വാർത്ത കേരളത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ സഹിതം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
അതെ. അത് സോനം വാങ്ചുക്ക് തന്നെ പറയുന്നതിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ വാർത്ത അറിയിക്കുമ്പോൾ അത് പൂർണ്ണമായി അറിയിക്കണം, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ പോലീസിനെ തിരിച്ചാക്രമിച്ചതിന് വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് മോദി ചാനൽ ഗോ ബാക്ക് എന്ന് വിളിച്ചത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. അക്രമം രണ്ട് വശത്തും ഇപ്പോൾ 110 പോലീസുകാർക്കും 60 പ്രതിഷേധക്കാർക്കും പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അതെ, 100-ൽ പരം പോലീസുകാർക്കും 60-ൽ പരം പ്രതിഷേധക്കാർക്കും. അതാണ് അപ്പോൾ അതിന്റെ റേഷ്യോ എന്നാലും ചോക്ക്. അതെ. അപ്പോൾ ഇവരൊക്കെ വാഹനങ്ങൾ അക്രമത്തിന് കത്തിക്കുന്നത് കാണുന്നുണ്ട്, മറിച്ചിടുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിലും ഒരു വിവേചനമുണ്ട്, ഒരു പക്ഷപാതമുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മീഡിയാസും അതിൽ പിന്നിലല്ല എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ മീഡിയാസ് ആണ് ഏറ്റവും ഇതിനെ പോസിറ്റീവായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലക്ഷം ആൾക്കാർ ആരുടെ ബാനറിൽ കൂടി അത് പറയാൻ പറ്റുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ ഈ 3 ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. പ്രധാനം രാജിവെക്കണമെന്ന്, 1 കോടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് പുറമേ നിൽക്കുകയും അകത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് ഇന്ത്യ വിരുദ്ധമാണ്. നേപ്പാൾ ആക്കണം, ബംഗ്ലാദേശ് ആക്കണം, അവിടെയാണ് സംശയം വരുന്നത്, അവിടെ ആസാദി വേണം, അവിടെയാണ് സംശയം വരുന്നത്. അപ്പം ഈ മുദ്രാവാക്യങ്ങൾ അകത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയും പുറമേ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാകുകയും ചെയ്യുമ്പോൾ ഇത് ആര് പറയുന്നത് കേട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് അമിത്ഷായും മോദിയും ചോദിച്ചാൽ തെറ്റുണ്ടോ? ഓക്കെ, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അതുപോലെ തന്നെ ഈ സമരം നയിക്കുന്നവർ പ്രസംഗിക്കുകയാണ്, നമ്മൾ ഗുണ്ടാകൃതിയൊന്നും കാണിക്കില്ല, നമ്മൾ ഗുണ്ടാകൃതി കാണിക്കാൻ പാടില്ല, അതായത് ഗുണ്ടായിസം നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പോലീസുകാരനെ സമരക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ച് വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ ദൃശ്യവും അത് ഒരേ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത് അവിടെയാണ്. പല വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നവർ പോലും ബൈറ്റ് കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് മീഡിയയോട്. ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ സമരമാണ്, പക്ഷേ ഇത് വഴിതെറ്റി പോയിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വഴിതെറ്റി പോകുമല്ലോ, കാരണം വഴിതെറ്റി പോകാനുള്ള എലിമെന്റ്സിനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിന് വിദ്യാർത്ഥികളെ ബാംഗ്ലൂർ വിളിച്ചപ്പോൾ ആളെ കിട്ടിയില്ല, ചെന്നൈ വിളിച്ചപ്പോൾ ആളെ കിട്ടിയില്ല. പിന്നെ വിളിച്ചിരിക്കുന്നത് ആരെയാണ്? സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്താ പറഞ്ഞേ, AI ഉപയോഗിച്ചുകൊണ്ട് ദേശവിരുദ്ധ ശക്തികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് LOPക്ക് അറിയാം, രാഹുൽ ഗാന്ധിക്ക് അറിയാം, പക്ഷെ അദ്ദേഹം എന്നിട്ടും അതിന് തയ്യാറല്ല. അതെ, നമുക്ക് കോൺഗ്രസിലേക്ക് വരാം. കോൺഗ്രസ് ആദ്യം ഇതിൽ നിന്ന് വിട്ടു തന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വിചാരിച്ച് കാണും ഇപ്പോൾ ഈ സമരം കൈവിട്ട് പോവുകയാണ്, ഇത് കൂടുതൽ ആൾക്കാർ ഇത് വലിയൊരു സമരമായി കാണും, അപ്പോൾ കോൺഗ്രസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള രീതിയിലാണ് ഇടപെട്ടതെന്ന് പറയുന്നു. അതല്ല, ഇത്രയേറെ ക്രൂരമായിട്ടുള്ള ലാത്തിചാർജ് നടന്നതുകൊണ്ട് അതിൽ മനംനൊന്താണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ എത്തിയത് എന്ന് പറയുന്നില്ല. ഇത് നടന്നിരിക്കുന്നത്, ഈ സമരം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, പിന്നിൽ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ലിങ്കാണ് ഇതിന് ഈ ദേശീയവും അന്തർദേശീയവുമായ ലിങ്കുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ ബന്ധം കേന്ദ്ര ഗവൺമെൻറ് അറിയാം. അപ്പം ഈ സമരം ശരിക്കും പറഞ്ഞാൽ കെജ്രിവാൾ ഏറ്റെടുത്തു എന്ന് ഏകദേശം തോന്നിത്തുടങ്ങിയതാണ്. അപ്പോഴാണ് അന്തം വിട്ടു നിന്ന കോൺഗ്രസിനകത്തേക്ക് ചാടി വീണത്. അങ്ങനെ കെജ്രിവാളിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം മോദിയും ആഗ്രഹിക്കുന്ന അതാണ്, ഇത് ഒരു പ്രതിപക്ഷം ഉണ്ടായിക്കോട്ടെ, ഇവിടെ ഒരു ചത്ത പ്രതിപക്ഷം നിൽക്കുന്നതിനോടൊപ്പം അപ്പുറത്ത് വേറൊരു പ്രതിപക്ഷം കൂടെ, അപ്പോൾ 2 പ്രതിപക്ഷം വന്ന് സ്പ്ലിറ്റ് ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇതുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സമരത്തിന് വലിയ നിരോധിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനോ പോകാതെ നടത്തിക്കൊണ്ട് പോകുന്നതിന് അനുവദിച്ചിരിക്കുന്നത് എന്നുകൂടെ ഒരു പിന്നാമ്പുറം കഥയുണ്ട്. അപ്പം അതാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചെയ്ത രീതി ഒന്ന് ആലോചിച്ച് നോക്കണം, അതും തെറ്റല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ആദ്യം പറയുന്നത് ഞങ്ങൾ പ്രസിഡന്റിനെ കാണാൻ പോകുന്നു, പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്, അവസാനം പറയുന്നു അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നു. എന്നിട്ട് സൂത്രത്തിൽ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ MP-മാരോട് പറയുന്നു, നിങ്ങളെല്ലാവരും കൂടെ, MP-മാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും കൂടെ നേരെ ഖാർഗെയുടെ വസതിയിൽ വരണം, മല്ലികാർജ്ജുന ഖാർഗെയുടെ ബർത്ത്ഡേ ആണ്, കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്ഥലവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ അടുത്തടുത്താണ്. അപ്പോൾ അവിടെ വന്നിട്ട് ചുളുവിലൂടെ ഒതുങ്ങി അപ്പുറത്ത് വന്ന് ഈ സമരത്തിൽ അതായത് ബാൻഡ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, നമ്മുടെ പ്രദർശകർക്ക് മനസ്സിലാക്കാനാണെങ്കിൽ 144 പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഏരിയയിൽ, ഇപ്പം അതില്ല എങ്കിൽ ഞാൻ പറയാം, 140 പ്രഖ്യാപിച്ച ഒരു ഏരിയയിൽ അതിന് സമാനമായിട്ടുള്ള സുരക്ഷാ സംവിധാനം, അതിനേക്കാൾ വലിയ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഏരിയയിൽ ആണ് വന്നിരിക്കുന്നത്. 4 പേരിൽ കൂടുതൽ അവിടെ കൂടാൻ പോലും പറ്റില്ല. അവിടെയാണ് LOP അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം, മല്ലികാർജ്ജുന ഖാർഗെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവർ വന്നിരിക്കുന്നു, മറ്റ് MP-മാർ കൂടിയിരിക്കുന്നു.
പോലീസ് മറ്റേ 1,00,000 പേര് അവിടെ കിടന്ന് കാണിക്കുന്ന പോക്കത്തരത്തിൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വളഞ്ഞ വഴി കൂടെ ഇങ്ങനെ കയറി വരികയാണ്. BJP നടത്തുന്ന സമരമാണെങ്കിൽ, CPM നടത്തുന്ന സമരമാണെങ്കിൽ, CPMൻ്റെ ആളാണെങ്കിൽ ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി. നമുക്ക് CPMനോട് ചോദിക്കാം, നിങ്ങൾ ഇത് കാണിച്ചത് എന്തിന്? നിങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ പാർട്ടിയല്ലേ? ഇത് ആരാന്നെങ്ങനെ അറിയാം? CJP എന്നൊരു പാർട്ടി ഇവിടെ ഇല്ല. ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ്റെ റെക്കോർഡിൽ അങ്ങനെ ഒരു പാർട്ടി ഇല്ല. പിന്നെ എവിടെയാണ് ഈ പാർട്ടി? കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരെങ്കിലും ആ ഒരു പാർട്ടിക്ക് ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് വായുവിൽ നിന്ന് പെട്ടെന്ന് ഒരു ജനാധിപത്യം വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ജനാധിപത്യം വരുമോ? അവിടെയാണ് ഇതൊക്കെ ചോദ്യങ്ങൾ. ഇന്നലെ ഒരു ഹിന്ദി മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു ചാനൽ. അവർ പറയുന്നു CJP യോഗത്തിൽ പങ്കെടുക്കാൻ, പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർ അതിനുശേഷം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചൈനീസ് എംബസിയിലേക്ക് പോയി. എന്നിട്ട് അതിൻ്റെ ദൃശ്യസഹിതം കാണിക്കുന്നു. ആരാണ് പോയിട്ട് വരുന്നത്? നമ്മുടെ MA ബേബിയാണ്. MA ബേബി രാജ്യവിരുദ്ധനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് സംശയകരമാണ് എന്നാണ് ഈ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരുന്നു, ഈ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് ചൈനീസ് സ്പോൺസേഡ് ആണെന്ന് പറയുന്നു. ചൈനീസ് സ്പോൺസേഡ് എലിമെൻറ്റ്സ് ഉണ്ട്. ലഡാക്കിലെ പ്രശ്നങ്ങൾക്ക് ചൈനയുമായി സപ്പോർട്ട് ചെയ്യുന്ന വാങ്ജൂങ് ഇവിടെ വന്ന് സത്യാഗ്രഹം ഇരിക്കുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ആരോപിക്കുന്നു. വേറൊരു കുറേ ചോദ്യങ്ങളുണ്ട്. വേറെ കുറേ ചോദ്യങ്ങൾ വരുന്നത്, ഈ കാസിം റസൂൽ എന്നും രാജ്യവിരുദ്ധമായി പ്രസംഗിക്കുകയും കേന്ദ്രത്തിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, അയാൾ എന്തുകൊണ്ട് ഈ CJP വേദിയിൽ വന്നു? എന്താണ് അയാളുടെ റോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തവർ എല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. പലരും ഇത്രയും നാൾ സർക്കാരിൻ്റെയോ മറ്റുമൊക്കെ തന്നെ ഭാഗമായിരുന്നവരാണ്. അവരെന്താണ് ഇതുവരെ ചെയ്തത് എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ വന്ന് പങ്കെടുത്തവരുടെയൊക്കെ മക്കൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ 2 മക്കളും എവിടെയാണിപ്പോൾ? US എന്ന് പറയുന്നുണ്ട്. ഇത് മനീഷ് സിസോദിയുടെ മകൻ UK പറയുന്നു. അഖിലേഷ് യാദവിൻ്റെയും ഡിംപിൾ യാദവിൻ്റെയും 2 മക്കൾ അവർ UK പറയുന്നുണ്ട്. യോഗേന്ദ്ര യാദവിൻ്റെ മകൻ UK പറയുന്നുണ്ട്. സഞ്ജയ് സിംഗിൻ്റെ മകൻ വിദേശത്താണെന്ന് പറയുന്നു. പ്രിയങ്ക വാദ്രയുടെ 2 മക്കളും എവിടെയാണ്? വിദേശത്തല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ ഉയരുന്നുണ്ട്. ഓക്കെ, ഇതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് എല്ലാം പ്ലാൻഡ് ആയിട്ട് കുറേ പേരെ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ഇത് കുട്ടികളുടെ സമരമാണെന്ന് കാണിക്കാൻ ഇതിൽ കുറേ നിഷ്പക്ഷമായ കുറച്ച് കുട്ടികൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടികളെ TV ചാനലിൻ്റെ മുമ്പിലേക്ക് വിടുകയും ബാക്കിയുള്ളവർ ആസാദി മുദ്രാവാക്യം വിളിക്കുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചൈനയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവരെ ബിഹൈൻഡ് ദ കട്ടൺ ആക്കിക്കൊണ്ട് ഇവരെ വെച്ചിട്ട് ഒരു പൊറാട്ട നാടകമാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. അവിടെ നിവൃത്തിയില്ലാതെ LOP പോയി ചാടി. അദ്ദേഹം 30 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, 20 ദിവസത്തോളം ഇവിടെ ഇല്ലായിരുന്നു. അല്ല, എനിക്കൊരു ചോദിക്കാനുള്ള ഈ സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇത് അറിയാതെ വന്നു പോയതാണ് എൻ്റെ മനസ്സിലേക്ക്. ഇപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകി കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ എന്താണ് നടന്നത്? ഇവിടെ യുവാക്കളുടെ യുവാക്കളുടെ പ്രതീക്ഷയായ വിശ്വാസമായ നമ്മുടെ എല്ലാം വലിയ ട്രസ്റ്റാണ് PSCയിലുള്ളത്. ആ PSCയെ അടിമുടി അഴിമതിയിൽ മുക്കിക്കളഞ്ഞിട്ടില്ലേ? ഇപ്പം അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? പഞ്ചാബിൽ ഈ പ്രശ്നം നടന്നിരിക്കുകയാണ്. അവിടുത്തെ എക്സാമുകൾ പലതും പൊളിയായി ഇപ്പം വന്നിരിക്കുകയാണ്. അതെ, മഹാരാഷ്ട്രയിൽ മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ 96-ൽ നടന്ന പ്രക്ഷോഭമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കർണാടകയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്, കാശ്മീരിൽ നടന്നിട്ടുണ്ട്, ഹിമാചലിൽ നടന്നിട്ടുണ്ട്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നടന്നപ്പോഴും പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് താത്തി വെച്ചിട്ട് ഇത് ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതൊന്നും ന്യായീകരിക്കാനുള്ളതല്ല എന്ന് ഞാൻ പറയുന്നില്ല. സാർ, എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറയട്ടെ. കേന്ദ്ര സർക്കാരിനെ ഇന്ത്യക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എതിർക്കുന്നവർക്ക് കൂടുതൽ കുറ്റം പറയാൻ ഉതകുന്ന എന്തെങ്കിലും സംഭവവികാസങ്ങൾ രാജ്യത്തിന് പുറത്തുണ്ടാകും. അത് ചൈനയുടെ ഭാഗത്തു നിന്നോ US ഭാഗത്തു നിന്നോ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം പാകിസ്ഥാൻ അതിനുള്ള കെൽപ്പില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെ ഇന്ത്യക്കാർക്ക് കുറ്റം പറയാൻ ഉതകുന്ന സം സ്റ്റെപ്സ് വിൽ ബി ടേക്കൺ ബൈ ചൈന ഓർ US. അത് ട്രംപ് ആയിരിക്കും, അത് ചിലപ്പോൾ താരിഫ് വീണ്ടും ഉയർത്തുന്നതിൻ്റെ ഭാഗമായിരിക്കും. എൻ്റെ മനസ്സ് പറയുന്നതാണ്, അറിയില്ല, എങ്കിലും ഒരു ഇൻറ്റ്യൂഷനാണ്. നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്ത്യ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അത് പൂർണ്ണമായും പുറത്തുവിടുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇൻ്റർനാഷണലി ചില കാര്യങ്ങൾ നമുക്ക് ദേശീയ തലത്തിൽ അങ്ങനെ എയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അന്തർദേശീയ ബന്ധങ്ങളെ നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ വളരെയധികം വീർപ്പുമുട്ടിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രിയാണ്.
ഇവിടുത്തെ റിസോഴ്സുകൾ അനവധിയാണ്. ഈ മാർക്കറ്റ് മാത്രം തുറന്നു കിട്ടിയാൽ മറ്റ് പല ലോകരാഷ്ട്രങ്ങളും രക്ഷപ്പെട്ടു. നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന വസ്ത്രം അവൻ്റേതായാൽ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാർ അവരുടേതായാൽ മാത്രം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു. അവരുടെ രാജ്യം കോടി ധനികരാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. മൺസൂൺ സെഷൻ തുടങ്ങുന്ന സമയത്ത് ഏതാണ് FCRA വരുന്നുണ്ട്, പാർലമെൻറ്റ് പാസ്സാകാൻ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അങ്ങ് പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് പിന്നാലെയായി അതിൻ്റെ പാത പിന്തുടർന്ന് വരാൻ സാധ്യതയുള്ള ഡീലിമിറ്റേഷൻ വന്നേക്കും. അപ്പോൾ അതൊക്കെ തന്നെ പലർക്കും അത് തിരിച്ചടിയാണ് എന്ന് അവർ ഭയക്കുന്നുണ്ടാകണം. ഇത്തരത്തിൽ ഉള്ള കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് മോദി ഗവൺമെൻറ് ഇപ്പം 3-2 ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത്. അതാണ് അപ്പോൾ ഇവിടെ ഒരു ഭരണഘടനാ മാറ്റം വരുന്നതിന് പോലും ശക്തമായ ഒരു സർക്കാർ നിൽക്കുന്നത് അന്തർദേശീയമായി പലരും ഭയക്കുന്നു എന്നുള്ളതാണ്. ആ ഭയവും കൂടെ അവരുടെ താല്പര്യങ്ങളെ അത് ഹനിക്കുമോ എന്നുള്ളത്, ഇന്ത്യയുടെ ഭാവി വേറൊരു വിധത്തിലായി പോകുമോ എന്നൊക്കെ ചിലർ ഭയക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ ഞാൻ നിർത്തിക്കൊള്ളാം. ഹരീഷ് സാൽവെ എന്ന് പറയുന്ന നിയമജ്ഞൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നടത്തുന്ന ഈ പ്രക്ഷോഭം കോൺഗ്രസിൻ്റെ പ്രക്ഷോഭം അല്ലത്. ഏതോ ജനം നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് കയറി നിന്ന കോൺഗ്രസിൻ്റെ പ്രക്ഷോഭം പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭമല്ല. ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രക്ഷോഭമല്ല ഇത് ആരോ എവിടെ നിന്നോ പ്ലാൻ ചെയ്ത ഒരു പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമേ ഉള്ളൂ, വേറെ ആരും പോയിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവരെ പോലും അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. അറിയിക്കാതാണ് പോയി. ഇന്നലെ പ്രേമേന്ദ്രൻ നമ്മുടെ TV ചാനലിൽ പറഞ്ഞു, ഞങ്ങളാരും അറിഞ്ഞില്ല. അതൊരു പക്ഷേ രഹസ്യമായി അങ്ങനെ രഹസ്യമായിട്ട് എന്തിനാണ് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്? അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ചില ഘടകങ്ങളുണ്ട്. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത്തരത്തിൽ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് തെറ്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരത്തിലേക്ക് കടന്നു കയറി എന്ന് വലിയ രീതിയിൽ സംശയിക്കപ്പെടുന്നുണ്ട്. അത് പക്ഷേ പല മാധ്യമങ്ങളും മറച്ചുവെക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ പക്ഷപാതപരമായ ഒരു സമീപനമാണ് പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണം ശക്തമാകുന്നുണ്ട്. അങ്ങനെ ഈ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയത്തിൻ്റെ നിഴലിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് അക്രമാസക്തമായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2, ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, ഈ ഒരു സംശയം ഉയർന്ന സമയത്ത് തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ വിമർശന വിധേയമായപ്പോൾ തന്നെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 2 അഭിപ്രായം ഇല്ല. പക്ഷേ ഇന്ന് ഈ സമരത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. രാജ്യവിരുദ്ധർ അതിനകത്ത് കടന്നു കയറിയിട്ടുണ്ടോ? തീർച്ചയായും അതിന് ഉത്തരം വൈകാതെ നമുക്ക് ലഭിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.